ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വേട്ടാമൃഗമായിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഹാഷിമാണ് നമ്മളിവിടെ പോഡ്കാസ്റ്റ് എന്റർടൈൻ ആവാൻ വേണ്ടി. എടാ എന്റർടൈൻ ആവണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എന്റർടൈൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ നിങ്ങൾ അവിടെ അത് വന്ന് നല്ല രസമായിരുന്നു കേട്ടോ, മറ്റേ മീൻ പിടിക്കാൻ വന്നത്. അന്നത്തെ തന്ന കണ്ടന്റ് നല്ലതാണ്. അതേപോലെ ഇന്നും അടിപൊളിയാക്കണം. ഇന്ന് സെറ്റ് ആകും. അവിടെ കണ്ടന്റുകൾ ഇങ്ങനെ വാരി വിതറി തരാം, പുതിയൊരു കണ്ടന്റ് തരാം. അത് എക്സ്ക്ലൂസീവ് ആണ്, ഇതിൽ പറയാം. ഹാഷിമിന്റെ ഇനിയും കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. മീൻ പിടിച്ച പോലത്തെ അതേപോലത്തെ കണ്ടന്റിന്റെ ഒരു കമനീയ ശേഖരം ഹാഷിമിന്റെ കയ്യിൽ. അതേപോലെ കുറെ കണ്ടങ്ങൾ അല്ലടാ, ചില സംഭവങ്ങളെ നമ്മളിങ്ങനെ ഇത് ഇവന്മാർക്ക് ഒരു കണ്ടന്റ് ഉള്ളത് കാണുമല്ലോ എന്നിങ്ങനെ ചിന്തിക്കും. ഇപ്പൊ എന്തായാലും വെറുതെ ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ എനിക്ക് പോയി മീൻ പിടിക്കാം, അല്ലെങ്കിൽ പോയി പിടിക്കാം. പക്ഷെ ഇതൊരു കണ്ടന്റ് ആകുമ്പോൾ ആൾക്കാർക്കും എന്റർടൈൻമെന്റ് ആയിരിക്കും. പക്ഷെ അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. മീൻ വന്ന് അവന്റെ മുഖത്തടിക്കണം, ആ സീൻ നമുക്ക് പിടിക്കാൻ അറിഞ്ഞൂടാ. കറക്റ്റ് ഇതില് കിട്ടിയത് വീഡിയോയില്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചുമ്മാ വീഡിയോ എടുക്കൂലേ, അതിനെക്കാട്ടി കുറച്ച് മാസത്തിൽ അങ്ങനെ ഇതേപോലെ നല്ലൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്കും ഒരു നീന നല്ലോണം സഹകരിച്ചല്ലേ, നല്ല കണ്ടന്റ് ഒക്കെ സത്യം പറഞ്ഞ നടുക്കെന്ന് പിടിച്ച് അങ്ങനെ എളുപ്പത്തിൽ കിട്ടില്ല. എടാ പിന്നെ വേറെ സത്യം അറിയാമോ, അതിനകത്ത് കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോ ചുമ്മാ ഇതിട്ട് കൊടുത്തപ്പോ ഇഷ്ടം പോലെ ഇനിയുണ്ട് കേട്ടോ. ഇതൊക്കെ എവിടെ വിളിച്ചിരുന്നോ. അപ്പൊ പാർട്ട് 2 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല്ല ഇനി അങ്ങോട്ട് വിളിക്കില്ല. നമ്മുടെ മറ്റേ ഡിഷ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഉണ്ടാക്കിയ സാധനം നമ്മളുണ്ടാക്കി കൊടുത്ത് അവര് വീണ്ടും വേവിച്ച് നിന്നല്ലോ. അല്ല അത് കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആവാൻ ഉണ്ടായിരുന്നു, അത് അവര് സെറ്റ് ചെയ്ത്. പക്ഷെ എന്നാലും കൊള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എടാ പിന്നെ ഈ പുതിയ വീടും ഈ ഒരു പുതിയ സെറ്റപ്പ് ഒക്കെ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ആ ഒരു ദാസന്റെ പണയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ തോന്നുന്നു. തിരിച്ച് ഒരു ഗൃഹാതിരത്വം തോന്നുന്നുണ്ടോ? തിരിച്ച് ആദ്യമോ മനുഷ്യന്മാരുടെ ഇവിടെ ഒരു റിഫ്രഷിങ് ആണ് ആക്ച്വലി. പിന്നെ ആ പറമ്പിന്റെ ആ ഒരു ഓപ്പൺനെസ് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് നമ്മളിവിടെ അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ അടുത്തടുത്ത് വീടുകളുള്ളതുകൊണ്ട് നമുക്ക് ഇത്തിരി സൗണ്ട് ഒക്കെ ഉണ്ടാക്കാൻ ഒരു അതുണ്ട്. അത് ഇനി അകത്തോട്ട് മാത്രമേ ആക്കുള്ളൂ. നമ്മൾ വെളിയിൽ നിന്ന് ഒരു ലൈവ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീടുകളുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് ഇൻസൈഡ് ആണ് കൂടുതലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ദാസിന്റെ പറമ്പ് വിട്ടുകളയണ്ടോ, ഇടയ്ക്കൊക്കെ അങ്ങോട്ടും അവിടെ ഇനി കയറണമെങ്കിൽ മറ്റേ കമ്പിലൊക്കെ കുത്തി കയറണം, തറയിൽ ചവിട്ടാൻ പറ്റില്ല. അല്ല പക്ഷെ കുക്കിംഗ് അവിടത്തെ ഒരു വൈബാണ്. ഇവിടെ നമ്മള് കിച്ചണിൽ കുക്ക് ചെയ്യണേക്കാട്ടിയും വൈബാണ്. വലിയ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോ നമുക്ക് അവിടെ പോയി. അല്ല കുക്കിംഗ് ഇൻഡോർ ഒരു സുഖം വലിയൊരു ഇതില്ല, കിട്ടില്ല. അതൊരു കൺസ്ട്രെയിൻഡ് ആണ് എപ്പോഴും. നമ്മള് മറ്റേലാണെങ്കിൽ നമുക്ക് കുറെ ആൾക്കാർക്ക് എല്ലാം ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോത്ത് കുളിക്കണത് കാണിക്കാം, വേറെ എന്തെങ്കിലും നാച്ചുറൽ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിൽ സ്ഥലമുണ്ട്, പോത്തിനെയും കൂടെ ടെറസിൽ സംഭവം ഗ്രില്ലൊക്കെ ചെയ്യാൻ നല്ല രസമായിരിക്കും കേട്ടോ. നൈറ്റ് വൈബ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ട് വേണമെങ്കിൽ മറ്റേ ജാനമൻ സെറ്റപ്പ് ഒക്കെ ആക്കാൻ വേണമെങ്കിൽ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇത് സ്റ്റുഡിയോ കൂടെ സെറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ ക്രിയേഷൻ കുറച്ചും കൂടെ ബെറ്റർ സംഭവം. സ്റ്റുഡിയോയും പിന്നെ നമ്മുടെ ഓഫീസായിട്ട് നമ്മൾ ഇതുവരെ ഇത് കൺവേർട്ട് ചെയ്യണം. കുറച്ച് കൺവേർട്ട് ചെയ്യുമ്പോഴേ കുറച്ചും കൂടെ അകത്ത് വന്ന് ഇരിക്കാനൊക്കെ നമുക്ക് ഒത്തിരി തോന്നും. ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം. നിനക്ക് എന്ത് തോന്നുന്നു? എനിക്ക് ഈ പറഞ്ഞ ഒരു പ്രശ്നമൊന്നുമല്ല, തൊട്ടടുത്ത് വീടുകളുള്ളതിന്റെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്. പിന്നെ സ്റ്റുഡിയോ ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. ഒരു ഒതുങ്ങിയ സ്ഥലമാണ്, നമുക്ക് ഗസ്റ്റ് ഒക്കെ വന്നാൽ നമുക്ക് വണ്ടിയെ കയറ്റി പാർക്ക് ചെയ്ത് ആ ഒരു വലിയ ഒരു പബ്ലിക് ഇതിലോട്ട് പോകില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പറമ്പിലെക്കാട്ടി ഇത് വെള്ളം ബാത്റൂം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഔട്ട്ഡോർ സ്ഥലം ഉണ്ടല്ലോ, ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ബാത്റൂം ഉണ്ട്, അതൊരു വൻ സംഭവം. ഇപ്പൊ ഒരു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പറമ്പിലാണെങ്കിൽ കുഴി ആ ഒരു സംഭവം ഉണ്ടോ. ഇത് ഈ ഒരു
അതായത് നമുക്ക് ഗസ്റ്റിനെയൊക്കെ ധൈര്യമായിട്ട് കൊണ്ടുവരാം. ധൈര്യമായിട്ടുണ്ട്. 2 റൂമുണ്ട്. അതായത് നമ്മള് ഒരു അനാഥരല്ല, അനാഥരല്ല, ഗുണ്ടകളാണ്. പിന്നെ എന്തെങ്കിലും നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ലേറ്റ് നൈറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു സെറ്റപ്പും ചെയ്യാം. അല്ല ഇത് ഫുള്ളി ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റണം. ടൈം എടുക്കും, എന്നാലും സമയം എടുക്കും. പ്രൊഡക്റ്റീവ് ആക്കണം. കസേര വന്നത് കണക്ക് ഓരോ സാധനങ്ങളായിട്ട് ഇനി വരാനുണ്ട് അല്ലേ? ഓരോന്നായിട്ട് എയർ ഫ്രയർ തിരിച്ചു പോയില്ലേ? അത് ഓട്ടം പോയി. ജസ്റ്റ് ഒരു വിസിറ്റിന് വന്നിട്ട് അങ്ങ്. പിന്നെ ഓണമൊക്കെ വരാൻ പോകുന്നു. പുതിയ പരിപാടികൾ എന്തൊക്കെയാണ്? എന്തൊക്കെയോ എന്തോ സംതിങ് ബിഗ് കമ്മിങ് എന്ന് ഞാൻ കേട്ടല്ലോ. അതെ അതെ, പുതിയ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കും ഒരു കോളേജ് ഫെസ്റ്റിന്. ഗസ്റ്റ് ആയിട്ട്. അവരുടെ ധൈര്യം വിമാനം തന്നെ. അങ്ങനെയൊന്നുമില്ല, പക്ഷെ നമ്മുടെ ധൈര്യമാണ് വിമാനം ആവേണ്ടത്. അത് തിങ്കളാഴ്ച ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറും. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യണ വെള്ളിയാഴ്ചയാണ്, തിങ്കളാഴ്ചയാണ് നമ്മൾ പോകാൻ പോണം പരിപാടിക്ക് പോകണം. ഇത് ഇറങ്ങണ ചിലപ്പോ അത് കഴിഞ്ഞിട്ടായിരിക്കും. അതിന്റെ ഒരു ചെറിയൊരു മിനി വ്ളോഗ് കാണും. എന്തായാലും അതൊരു നമുക്കൊരു ചലഞ്ച് ആണല്ലോ. ചലഞ്ചാണ്. അതായത് ഒരു പറ്റം ഇൻട്രോവേർട്സ് ഞാൻ നിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടെന്നോ? പ്രസംഗിക്കാനൊക്കെ അറിയാലോ. പിന്നെ ഞാൻ മറ്റേ പ്രസംഗിക്കാനല്ലായിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടി ആദ്യം ഉദ്ഘാടന പ്രസംഗം വേനായിരിക്കും സംസാരിക്കും. ഞാൻ പോയിട്ട് പറയും ഞാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു, കൂടുതൽ സംസാരിക്കുന്നതായി വിനു ശോഭന. അവിടെ എന്തായിരിക്കും സംഭവം? അതാണ് എനിക്ക് ഇന്ന് പറയാന്ന് പറഞ്ഞു. ഡീറ്റെയിൽസ് എല്ലാം ഇന്ന് പറയാന്ന് പറഞ്ഞു. കുറച്ച് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ട് എന്താണെന്ന് പറയാൻ. പടയോട്ടം എന്നാണ് പേര്. നമ്മൾ പോവാൻ പോകുന്നത് നെയ്യാറ്റിൻകര കൊളത്തൂരുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഓണം സെലിബ്രേഷന്റെ അതാണെന്ന് തോന്നുന്നു പടയോട്ടം എന്ന് ഇട്ടിരിക്കണം. അതിലെ ചീഫ് ഗസ്റ്റ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ കൊണ്ടുവരും, മാലയും പൊക്കെയൊക്കെ ചിലപ്പം ഇറങ്ങുമ്പോഴത്തേക്കും പിള്ളേര് ചോദിക്കും ആരാ എന്ന് ചോദിക്കും. ചെണ്ടമേളം കാണും. മാല കാണുമെന്ന് തോന്നില്ല, കാര്യം കുറെ പേരില്ലേ. അപ്പൊ മാല എല്ലാവർക്കും കൂടെ മാല മാറ്റി ഇപ്പോഴേ വിളിച്ച് ഓരോ പെൺകുട്ടികൾ ഓരോ റോസാപ്പൂ ആയിട്ട് ഉല്ലാസം എന്തൊക്കെയാ വൻ പ്ലാനിങ്ങിലൊക്കെയാ പോകുന്നത്. അവിടെ ചെല്ലുമ്പോ അറിയാം. നമ്മളപ്പോ ഇങ്ങനെ റോസപ്പ് വാങ്ങിച്ചിട്ട് എടാ കോളേജ് പഠിക്കുന്ന പിള്ളേർക്ക് ഇപ്പൊ നമ്മള് ചേട്ടന്മാരല്ല, അത് നീ ആലോചിക്കും. അങ്കിൾസ് ആണ്. അല്ലല്ല, കോളേജ് പഠിക്കണവർക്കൊക്കെ ചേട്ടനാണോ? പിന്നെ ദാസൻ ചേട്ടൻ. എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് ഓളം കൊണ്ടുവരണം കേട്ടോ. ഓളം കൊണ്ടുവരണം. അത് നീ ഞാൻ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോയാൽ മതിയായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കുറെ ഒരു മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ തൊപ്പിയെ പോലെയൊക്കെ ഇതേപോലെയൊക്കെ വൈബൊക്കെ പിടിച്ചാലേ നിങ്ങൾക്ക് ഇനിയും കിട്ടും. ഭയങ്കര പ്രതീക്ഷയാണ് നമ്മൾ. ഗ്യാങ് വേറെ ലെവലല്ലേ ഇപ്പം. എന്തോ ഫാൻസ് അവർക്ക് അല്ലേ? അല്ല ആ തൊപ്പി മറ്റേ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവൻ എന്തായാലും നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ട്. പിന്നെ അവൻ കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിട്ടാണ് അവൻ ഡീൽ ചെയ്യുന്നത്. പുറത്തിറങ്ങിയാലും ഭയങ്കര തിരക്കാണ്, ആ ക്രൗഡ് ഭയങ്കരമായിട്ട് കൂടും. അല്ലടാ അവനെ അവന്റെ ചില ഇതൊക്കെ കാണുമ്പോ ഭയങ്കര മെച്ചൂർഡ് ആയിട്ട് ബാക്കിയുള്ളവരെ അവൻ ഒരു പാരന്റിങ് കണക്കാണ് അവൻ ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഒരു തൊപ്പി ആദ്യം കുറച്ച് ആ ക്യാരക്ടർ പിടിച്ചല്ലേ, പിന്നെ അതങ്ങ് മാറ്റിയപ്പോഴ് കുറച്ചും കൂടെ ഇപ്പൊ കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ചാറ്റ് റവന്യൂ ഒക്കെ കണ്ടില്ലേ ഇടയ്ക്കൊക്കെ ഇടുന്നു 4 മണിക്കൂറിൽ 1 ലക്ഷം. നമ്മളെ കഴിഞ്ഞ ലൈവിൽ എത്ര കിട്ടിയടാ? നമുക്ക് കിട്ടിയടാ, കുഴപ്പമില്ല പുറത്തുനിന്ന് പറഞ്ഞു. അല്ല പക്ഷെ നമ്മള് കുഴപ്പമില്ല, തൊപ്പിയോട് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളിവിടെ വിചാരിക്കണം അല്ലേ? തൊപ്പിയുടെ വാച്ചിങ് 40,000 25,000 ആണ് വാച്ചിങ്. നമ്മളെ വാച്ചിങ് എന്ന് വെച്ചാൽ 1000 1200 700 800 ആ ഒരു ആവറേജ് ഒരു 800,000. അത് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നമ്മൾ അല്ലടാ ഞാൻ ആലോചിക്കുന്നത് ആൾക്കാർക്ക് ഈ 4 മണിക്കൂർ സ്ട്രീമൊക്കെ ഇരുന്ന് കാണാനുള്ള ടൈമിങ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് കുറെ പേർക്ക് ഒരു ഇതാണ്, റിലീഫാണ്, സ്ട്രെസ് റിലീഫ്. അതല്ല 4 മണിക്കൂർ ഇപ്പൊ എല്ലാരും ഷോർട്സിലോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലമല്ലേ. എന്നാലും ഒരു ഇവിടെ റിയൽ ആയിട്ടൊരു സാധനം ചെയ്യണം, ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഷോർട്സിൽ ചെയ്യണ കാര്യമായി. ഇപ്പൊ വ്ളോഗ് ആണെങ്കിൽ ചിലപ്പം സ്കിപ്പ് ചെയ്യാൻ തോന്നും, പക്ഷെ ലൈവ് ആണെങ്കിലേ
അങ്ങനെ തോന്നൂല. അൺപ്രഡിക്റ്റബിൾ ആയിട്ട് എന്ത് നടക്കുന്നു, പിന്നെ അവര് ചോദിക്കാൻ നമുക്ക്. പിന്നെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഷോർട്സിലൊന്നും ഒറിജിനൽ അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ വേറെ ഏതെങ്കിലും കട്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ട് ജുജും ജും. അതെ, അത് നമുക്ക് എടാ ഒരു ഷോർട്സിൽ 3 സാധനം കാണും. ആദ്യം ശരിക്കുള്ള സാധനം, പിന്നെ ഇവർ റിയാക്ട് ചെയ്യണം, പിന്നെ അതിനെ റിയാക്ട് ചെയ്യണം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ലൈവ് ആയിട്ടുള്ളത് ഭയങ്കര അല്ലടാ ഇപ്പൊ ഗെയിമിംഗ് അല്ലേ പരിപാടി, സ്ട്രീമിംഗ്. ശരിക്കും ഗെയിമർ ആയിട്ടല്ലേ വന്നത്. അപ്പൊ ആദ്യം ഗെയിമർ ആയിരുന്നു, MRCയില് മറ്റേ PUBG ഗെയിമർ ആയിരുന്നു. അപ്പൊ ഇപ്പം ഗെയിമിങ്ങേ ഇല്ല, ഇപ്പൊ ഗെയിമിംഗ് ഇല്ല, ജസ്റ്റ് കേറി ലൈവായിട്ട് അവിടെ ഇരുന്നിട്ട് സംസാരിക്കണം. വേറെ എന്തെങ്കിലും കണ്ടന്റ്, വേറെ എന്തെങ്കിലും പ്രിപ്പയർ ഇവരുടെ ഒരു ഷോ ആണ്, ഒരു എന്റർടൈൻമെന്റ് ഷോ പോലത്തെ ഒരു സാധനമാണ്. അപ്പൊ ഇടയ്ക്ക് ഫാൻസി ഡ്രസ് കണക്ക് വേറെ എന്തൊക്കെയോ വേഷത്തിലൊക്കെ വന്നൊക്കെ ബാംബു ബോയ്സിന്റെ എന്ന് വെച്ചാൽ സ്ട്രീം നമ്മളിപ്പോ വന്നിട്ട് സംസാരിക്കില്ല, അതേപോലെ സ്ട്രീം. പക്ഷെ അവര് കുറച്ചും കൂടെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ എന്തെങ്കിലും പ്ലാൻ ഒക്കെ ചെയ്ത് സെമി സ്ക്രിപ്റ്റഡ് ആയിട്ടാണ്, സ്ക്രിപ്റ്റഡ് ആയിട്ട് ഒരു ഷോ പോലെ അവർ ചെയ്യുന്നു. അത് കൊള്ളാം കേട്ടോ പരിപാടി. എനിക്ക് തോന്നുന്നു അതുപോലെ ഇപ്പം ലൈവില് കോൺസെൻട്രേറ്റ് ചെയ്യണ വേറെ അധികം പേരില്ലെന്ന് തോന്നുന്നു. ഈ അതായത് ഗെയിമിംഗ് ഒന്നും അല്ലാതെ ജസ്റ്റ് ലൈവ് ഈ ഒരു കണ്ടന്റ് ബാക്കി അർജുൻ എം ബി ഒക്കെ ഉള്ളു. അർജുൻ എം ബി ഇപ്പൊ തുടങ്ങി, അത് പിന്നെ IRL ആണ്. അത് കുറച്ച് സത്യം ഒരു ഐഷോ സ്പീഡ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ അങ്ങനെ ആ ഒരു ഇതിലാണ് ചെയ്തു വെച്ചേക്കണം. പക്ഷെ IRL നല്ല എക്സ്പെൻസീവ് അത്. സെറ്റപ്പിന് നല്ല പൈസ. പുള്ളി ആ ഒരു ഇതില് എനിക്ക് പുള്ളിയുടെ ലൈവ് കണ്ടപ്പോഴ് 4 ലക്ഷമാണ് ആ സെറ്റപ്പ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. IRLന്റെ സെറ്റപ്പ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പോയ IRL ഉണ്ട്, നമ്മൾ പോയ അതിലൊക്കെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്, ക്വാളിറ്റി കുറവുണ്ടെന്ന് പറഞ്ഞു. എടാ ഈ ഇന്നലെ പോയതൊക്കെ ക്വാളിറ്റി തമ്മിൽ എന്താണ് വ്യത്യാസം? എനിക്ക് സത്യം പറഞ്ഞാൽ ഈ IRL എന്താണ് സെറ്റപ്പ് നമുക്കും വലിയ വ്യത്യാസം അറിയില്ല. എന്നാലും ഉള്ളത് വെച്ച് നോക്കുമ്പോ IRL എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു POV പോലെ നമ്മുടെ കൂടെ നമ്മുടെ ചെയ്യുന്ന ആക്ടിവിറ്റി ഒക്കെ കാണിച്ച് അങ്ങനത്തെ ഒരു സാധനം. നമ്മളെ കൂടെ വരെയാണ് ഒരു ക്യാമറ എപ്പോഴും. മറ്റേതാകുമ്പോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ അവിടെ ഫ്രണ്ട് ഇരുന്ന് സംസാരിക്കുന്നല്ലേ, ഇത് നമ്മുടെ കൂടെ ഇന്ററാക്ട് ചെയ്ത് വരെയാണ്. നമ്മൾ യാത്ര ചെയ്യുന്നു, നടക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ കൂടെ അവര് വരും. എന്ന് വെച്ചാൽ ഒരാൾ നമ്മളെ കൂടെ നടക്കുന്ന ഒരു ഫീല് വരും. അങ്ങനത്തെ ഒരു സാധനം ഈ യൂട്യൂബിന്റെ മൊത്തത്തിലുള്ള ഒരു ഇത് മാറി അല്ലേ. ഇപ്പൊ കണ്ടന്റ് യൂട്യൂബിൽ ചുമ്മാ എടുത്ത് എല്ലാം കാണാൻ പറ്റുന്ന വീഡിയോസ് അല്ല. മുമ്പൊക്കെ യൂട്യൂബിൽ നമുക്ക് ഏതായാലും ഇപ്പൊ കുറെ യൂസ്ലെസ് ആയിട്ട് ചുമ്മാ വെറുതെ കുറെ കണ്ടന്റ് ഉണ്ട്. നമുക്ക് സമയം പോവാൻ വേണ്ടിയിട്ട് പോലും എടുത്തത് കണ്ടിരിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. റെക്കമെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ വന്നിരിക്കുന്ന എല്ലാം തന്നെയല്ല. ഫാമിലി അല്ല, ഷോർട്സ് അല്ലടാ. ഷോർട്സ് നമുക്ക് തോണ്ടി ഇങ്ങനെ വിട്ട് പോവാ. ഞാനിപ്പം ഞാൻ റിയലി പറഞ്ഞത്, ഞാൻ വ്ളോഗ്സ് അതായത് ലെങ്ത് ഉള്ള വീഡിയോ കാണല് ഞാൻ കുറവാണ്. യൂട്യൂബിൽ ഇങ്ങനെ കയറി കാണണമെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽസ് ആയിരിക്കും കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇരുന്ന് കാണും. ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ട് ബ്രെയിൻ റോട്ട്, മറ്റേ ഇത് ഷോർട്സ് എല്ലാം കണ്ട് നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞെന്ന്. ഒരുപാട് സമയം നമുക്ക് ലോങ് സാധനം കണ്ടോണ്ടിരിക്കാനുള്ള അയ്യോ ഈ പറയണ ആള് അത് ഷോർട്സ് മാത്രമല്ല, സിനിമ എങ്ങനെയുണ്ട് കാണാൻ? പണ്ടത്തെ പോലെ കാണാറുണ്ടോ? അത് ഷോർട്സും നീ യൂട്യൂബ് കാണാൻ പറ്റുന്നില്ലെന്ന്, സിനിമയിലും അതുണ്ട്. ഇപ്പൊ തിയേറ്ററിൽ പോയാൽ നമുക്ക് കാണാം. ഇപ്പൊ സിനിമ നമ്മൾ കമ്പ്യൂട്ടറിലോ ടിവിയിലോ ഇട്ട് പോസ് ചെയ്ത് ഇതൊക്കെ ഫോണും നോക്കി അങ്ങനെ. എനിക്ക് അങ്ങനെ ഇല്ല, പക്ഷെ ലാഗ് ആണെങ്കിൽ കാണാൻ തോന്നൂല. ഇപ്പൊ ക്രൈം അതുപോലത്തെ ത്രില്ലർ ആണെങ്കിൽ ഒറ്റയിരിപ്പിന് കാണും, അല്ലാതെ ലാഗ് ആണെങ്കിൽ കണ്ട് മുഴുവിപ്പിക്കൂല. എത്രയോ സിനിമ ഞാൻ കാൽഭാഗം റീലില് പോകും, റീലിലൊന്നും പോവില്ല, വേണ്ട. അല്ല അതുണ്ട്, ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതേപോലെ ഈ സിനിമ കഥ പറഞ്ഞു തരണ കുറെ ചാനലുണ്ട്. ഇംഗ്ലീഷ് സിനിമ, കൊറിയൻ സിനിമ, കാണാത്ത സിനിമകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. അത് കാണല് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സിനിമ കാണാൻ കാര്യം. അവന്മാര് കഥ ഈ സിനിമ എന്ന് പറയുമ്പോ കുറെ ആസ്പെക്ട് ഇല്ല. ഇപ്പം സിനിമാറ്റോഗ്രഫി ഉള്ളായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ആക്ഷൻ കൊള്ളായിരിക്കും, ഇങ്ങനെ കുറെ സാധനം. ഇതിപ്പോ ഇവര് കഥ മാത്രം പറഞ്ഞു തരും. അതും ഫുള്ള് പറയൂല, ലാസ്റ്റത്തെ ഒരു ടൈലന്റ് ഒക്കെ വെച്ചിട്ട് പറഞ്ഞു നിർത്തും. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് തന്നെ പാർട്ട് ഒരു 10 പാർട്ടൊക്കെ ആയിട്ട് ഇടും ഓരോ ഇതായിട്ടില്ലേ. അതല്ലേ ഉദ്ദേശിച്ചത്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ നല്ല സാധനമായിരിക്കും, ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് ഭയങ്കര കിടിലം സാധനമായിരിക്കും, പക്ഷെ നമുക്ക് അത് പിന്നെ കാണാൻ പോകും. ആശിമ നീ സിനിമ കാണല് കുറച്ചാടാ?
ഭയങ്കരമായിട്ട് കുറഞ്ഞടാ. പണ്ട് എന്തുമാത്രം സിനിമ കണ്ടോണ്ടിരുന്ന. അങ്ങനെയൊന്നും ലൈവിലൊന്നും പറയില്ല, ഞാൻ കുറച്ച് സിനിമ കണ്ടു. അല്ലടാ, സിനിമ കാണല് ഭയങ്കരമായിട്ട് കുറഞ്ഞു. തിയേറ്ററിൽ പോയി കണ്ടിട്ട് കുറെ നാളായി. സിനിമയോടുള്ള ലാസ്റ്റ് ഒരു കണ്ടത് തിയേറ്ററിൽ പോയി ലാസ്റ്റ് കണ്ടത് ഏതൊന്നും ഓർമ്മിച്ചെടുക്കാൻ പോലും പറ്റാത്ത അത്ര മുമ്പാണ്. ഈ എമ്പുരാനൊന്നും കണ്ടില്ല. എടാ അപ്പൊ ലാസ്റ്റ് കണ്ട സിനിമ ഒന്ന് ഓർത്തെടുത്താണ് ഒരു ടാസ്ക്. ലാസ്റ്റ് കണ്ട സിനിമ നമുക്ക് 2024 സിനിമ കിക്കി ടൈമറാ. 2024 ആദ്യത്തെ സിനിമ ഏതായിരുന്നു? 2024 പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്. ആ ലാസ്റ്റ് കണ്ട സിനിമ എനിക്ക് ഓർമ്മയുണ്ട്, കിഷ്കിന്ദ കാണ്ഡം. ഓർമ്മയുണ്ടോ? ഓ നിങ്ങൾ നമ്മളാണ് പോയി കണ്ടത്. ശരിയാണ്. അപ്പൊ എന്റെ കൂടെ ലാസ്റ്റ് വന്നത്. അത് നമുക്ക് ഹാഷിൻ ചേട്ടനെ കൊണ്ട് തിയേറ്ററിൽ പോണ ഒരു കണ്ടന്റ് എടുക്കാം. പുതിയ മാറ്റങ്ങൾ തിയേറ്ററിൽ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാളെ പോകുമ്പോ തിയേറ്ററിൽ വന്ന പുതിയ മാറ്റങ്ങൾ. സമയമില്ലാത്തതാണ്. അല്ലല്ല, സമയമില്ലാത്തോണ്ടൊന്നല്ല, OTT കാണാം ഇറങ്ങണമെങ്കിലും ടിവിയില് വന്നതാണ്. അപ്പൊ നിന്റെ പ്രശ്നമല്ലേ OTT വന്നത് മാത്രമല്ലടാ, എനിക്ക് അങ്ങനെ സിനിമ OTTയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം അനുസരിച്ച് കണ്ടാൽ മതിയല്ലോ. പോസ് ചെയ്ത് വെച്ച് കാണും, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും. അങ്ങനെയല്ല, ഇപ്പൊ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ 1 മാസം കഴിയുമ്പോ വരും എന്നുള്ളൊരു ചിന്തയായിരിക്കും. ചുമ്മാ പൈസ. പിന്നെ ഇത് പ്രൈമിലൊക്കെ 4K കണ്ടാല് നല്ല രസമുണ്ട്. ടിവിയിൽ കാണാൻ എനിക്ക് ഇഷ്ടമുണ്ടോ? ഓക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കംഫർട്ട് സോണിലോട്ട്. അല്ല, നിന്റെ എന്നാലും പണ്ട് സിനിമ കാണണം എന്നൊക്കെ ഉള്ള ആഗ്രഹം കുറഞ്ഞു. അത് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. എന്തായാലും സിനിമയിലോടുള്ള ഭയങ്കര ഒരു ഭ്രാന്തില്ല. അവിടെ പിന്നെ എന്താണ് ഓണത്തിന് എന്താണ് പരിപാടി? നമുക്ക് കളറാക്കണ്ടേ? നീ ഓണപരിപാടിയാണ് നമ്മുടെ അടുത്ത നെക്സ്റ്റ് ബിഗ് തിങ്. എടാ എപ്പോഴും സത്യം പറഞ്ഞാൽ ഈ വ്ളോഗ് ഇങ്ങനത്തെ ഇപ്പോഴത്തൊണ്ടെന്നല്ല, കാർത്തികിന്റെ വ്ളോഗിന്റെ ഉള്ള സമയത്തെ ഓണമാകുമ്പോ എല്ലാരും ഇങ്ങനെ ആലോചിക്കണത് കാർത്തികിന്റെ ഓണമാണ് ഏറ്റവും ഓണാഘോഷം എന്നുള്ളത് നമുക്കൊരു ഭയങ്കര ഒരു സംഭവമായിരുന്നു അല്ലേ? നല്ലോണം എൻജോയ് ചെയ്ത ഒരു സംഭവമായിരുന്നു. എൻജോയ് എത്ര കുറെ വർഷം നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്തില്ല. നല്ല രസമായിരുന്നു. മറ്റേ തിരുവാതിര സംഭവമൊക്കെ ഓർമ്മയുണ്ട്. തിരുവാതിര, വടംവലി ഒക്കെ നല്ല രസമായിരുന്നു. ഫസ്റ്റ് ഇതാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഏതാണ് ആദ്യത്തെ നമ്മള് തിരുവാതിര സെറ്റ്. പിന്നെ മറ്റേ നിന്റെ ആ പറമ്പില് അത് രണ്ടാമത്തെയാണ്. അത് നല്ല ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. തലേനടിക്ക് അനീഷിന്റെ അടുത്ത് കയറി അനീഷിന്റെ കയറി ഒറ്റയടി. എനിക്ക് മറ്റേ കണ്ണനായിരുന്നു. ആ കണ്ണൻ പിന്നെ നല്ല ഇതുണ്ടായിരുന്നു, ഉറിയടി. ഉറിയടി അത് പ്രൊഫഷണൽ പോലെയാ ചെയ്തത്. നമ്മള് പെട്ടുപോയി. വെള്ളം കുടിച്ച് കുറെ. മറ്റേ എനിക്ക് തോന്നുന്നത് അഭിശാന്ത കണ്ടാണ് സെറ്റ് ചെയ്തത്. അപ്പൊ അവര് മറ്റേ മെയിൻ സാധനം എന്ന് വെച്ചാൽ നമ്മള് സാധാ കൊടവോ അല്ല, മറ്റേ ആ അകത്ത് കരിക്ക്. പരിപാടി ഉഗ്രൻ കളറായി. അത് ഇത്തിരി പാടുപെട്ടു, കഷ്ടപ്പെട്ടു. പക്ഷെ അതല്ല പിന്നീടുള്ള ഈ ഓണങ്ങളല്ല നമ്മൾ മറ്റേ പായസം കോമ്പറ്റീഷൻ വെച്ചത്, അതുമെല്ലാം നല്ല രസമാണ്. ഓൾഡ് സ്കൂൾ ബോയ്സിലും പായസം കോമ്പറ്റീഷൻ വെച്ചത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സദ്യ. അത് പറഞ്ഞ ഒരാൾ വേണം എങ്കിലേ ഒരു ഓളം ഉള്ളു. എല്ലാരും നമ്മുടെ പയ്യന്മാരെല്ലാരും എത്തുകയാണെങ്കിൽ നല്ലൊരു ഓളം. ഇപ്പൊ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നവും അതാണ്, ആളിന്റെ കുറവ്. എല്ലാരും പല വഴികളായിട്ട് ഒരു ദിവസം കിട്ടാന്ന് പറയുന്നത് ഭയങ്കര. കഴിഞ്ഞ ഓണത്തിന് ഇത് വിഘ്നേഷ്, അരവിന്ദ് അവർ രണ്ടുപേരും പെർമനന്റ്ലി പുറത്തു പോയി. കഴിഞ്ഞതിന് CK വന്നായിരുന്നു. കഴിഞ്ഞതിന് CK ഉണ്ടായിരുന്നു. മറ്റേ ഓർമ്മയില്ലേ ഇത് രസം വെച്ചത്? വടക്കറി ഞാൻ ഓർക്കുന്നു. തമിഴ്നാട് രസം രസമായിട്ട് മറ്റേ എല്ലാം കലക്കി കൊണ്ടുവന്നിട്ട് വെച്ച് അടുപ്പിന്റെ അവിടെ നിന്ന് ആളില്ല, അടുക്കളയിൽ നിന്ന് എന്തൊക്കെയാ കലക്കി കൊണ്ടുവന്ന് രസം റെഡി. പുളിവെള്ളം. ഇത്തവണ അങ്ങനത്തെ ഒരു വൈബ് ആയിരിക്കുമല്ലോ. ഇത്തവണ നമ്മള് കുറച്ച് സീരിയസ് ആയിട്ട് കുറച്ച് വലുതാക്കാൻ വേണ്ടി നോക്കും. വലുതാക്കുന്നല്ല, ആ ഒരു ടൈപ്പ് ആയിരിക്കും. അത് തന്നെ നമ്മളിപ്പോ സ്ഥിരമായിട്ട് നമ്മൾ പണ്ട് അങ്ങനെ നമ്മള് ചുമ്മാ ഒരു വീഡിയോ ഇടൂലായിരുന്നു. നമ്മളെ വ്ളോഗൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. നമ്മൾ എടുക്കണമെങ്കിൽ ഒരു കണ്ടന്റ് വലിയ എന്തെങ്കിലും സെറ്റപ്പ് ആക്കിയല്ലേ. ഇപ്പൊ നമ്മള് കുറച്ച് മാറ്റം ഇടുന്നുണ്ട്. അപ്പോഴ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ചൊക്കെ ചെയ്യും, എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യും. കുറെ പ്ലാനുകളൊക്കെ ഉണ്ട് നമ്മളെ കയ്യിൽ. പക്ഷെ ഈ ആളിന്റെ കുറവ് ഒരു വിഷയമാണ്. എല്ലാരും വരുവോടാ, സെറ്റാവും.
നിന്റെ അടുത്ത് ഒരു ദിവസം രാവിലെ എന്ന് പറഞ്ഞപ്പോഴേ നീ ഇങ്ങനെ ആലോചിച്ചില്ലേ ശരി അതല്ലടാ ഓരോ പരിപാടികളുണ്ടല്ലോ. അതിന് എല്ലാവർക്കും ഉള്ളത് എടാ, അതിന് എല്ലാവർക്കും ഉള്ളത്. പണ്ട് തൊട്ടേ ഓണം എന്ന് പറഞ്ഞാൽ എനിക്ക് കടയിലുള്ള ഡ്യൂട്ടിയാണ് പണ്ട് തൊട്ടേ ഉള്ളത്. തുണിക്കട ആയതുകൊണ്ട് ഓണമാണ് നമ്മുടെ മെയിൻ കച്ചവടം. അതുകൊണ്ട് തന്നെ കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഓണം പരിപാടി കഴിഞ്ഞ് നേരെ വന്ന് കയറുന്നത് ഇവിടെ കടയിലോട്ടാണ്. പിന്നെ തിരുവോണമല്ല ഉത്രാടം വരെ ഫുൾ ടൈം കടയിലാണല്ലേ. ഇപ്പൊ നിങ്ങള് നേരത്തെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. ഇനി ഒരു 2 ആഴ്ചയോളം 10-12 ദിവസം ഉണ്ടല്ലോ, അതിന് മുമ്പ് ആണെങ്കിൽ ഓക്കെ. അതുപോലെ നിന്റെ പുതിയ ഓൺട്രപ്രനോറിയൽ ജേർണി എങ്ങനെ പോകുന്നു? നമ്മളെ ഒരു വലിയ വീഡിയോയിലാണ് നമ്മൾ ആദ്യം ലോഞ്ച് ചെയ്തത്. സ്ക്വിഡ് ഗെയിമിന്റെ വീഡിയോയില് ഏകദേശം 5 ലക്ഷം 6 ലക്ഷം വ്യൂസ് 6 ലക്ഷം വ്യൂ ആയല്ലേ. എടാ ഇത് ഹാഷ് ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആദ്യമേ ഇനിഷ്യലി നമുക്ക് ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് എന്താ, മാർക്കറ്റിംഗ് നമുക്ക് വിഷയമില്ലല്ലോ. മാർക്കറ്റിംഗ് ബാക്കിയല്ല, ഓരോരുത്തർ മാർക്കറ്റിംഗ് അല്ലേ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കും. നമുക്ക് കാർത്തിക് ഉണ്ട്, നമ്മള് ഓൾഡ് സ്കൂളുണ്ട്, പിന്നെ നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ എനിക്ക് 2000-ഓളം ഫോളോവേഴ്സ് എനിക്ക് തന്നെ ഉണ്ട്. അപ്പൊ മാർക്കറ്റിംഗ് സൈഡ് ഞാൻ ചിന്തിച്ചതേ ഇല്ല. പിന്നെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിലാണ് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. അത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെ കിട്ടി. എനിക്ക് ഒരുപാട് പേര് എനിക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് റിവ്യൂ തന്നു ക്വാളിറ്റി വൈസ്. നമ്മുടെ ചൂരലില് അവരൊക്കെ എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞു നല്ല സാധനം ഇഷ്ടപ്പെട്ട്, ക്വാളിറ്റി നല്ല ഇതാണ്. പിന്നെ ഡിസൈനിങ്ങിന് ഞാൻ ആദ്യമേ അരുണിനെ ഏൽപ്പിച്ചു. പിന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവന് ഒരു ജോലിയും കൂടെ ഉള്ളത് കൊണ്ട് രണ്ടും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ആ ഒരു ഇത് സമയം എടുക്കും നമുക്ക്. ഇപ്പൊ ഒരാൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിന് മാത്രം ഇരിക്കുന്നതല്ലല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് പ്രധാന പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് ഡിസൈൻസ് കുറവാണ്. 6 എണ്ണമല്ലേ നമുക്ക് ഇനീഷ്യലി ഇത് ചെയ്തോളൂ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ്. നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഞാൻ വിചാരിച്ച് 6 എണ്ണത്തിൽ തുടങ്ങാം, എന്നിട്ട് ബാക്കി ശരിക്കും അതന്നെ ചുമ്മാ ഇപ്പൊ ഞാൻ തന്നെ ആലോചിച്ചു ഒരു 6 എണ്ണം എടുത്തിട്ട് വന്നിട്ട് ഇതിന്ന് ഒരെണ്ണം എടുക്കാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് അല്ലേ ഒരു 15 ഒന്ന് എടുക്കുന്നതും 6 എണ്ണത്തിൽ നിന്ന് ഒന്ന് എടുക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ. സെലക്ഷൻ കുറവ്. സെലക്ഷൻ കുറവ്. അതിൽ ഈ വെബ്സൈറ്റിലൊക്കെ നമ്മൾ കയറുമ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന ഒരു നമുക്ക് ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയിട്ട് ഒരു ഷർട്ട് മതി, അവിടെ കുറെ ഷർട്ട് കാണും, എന്നാലും നമുക്ക് സെലക്ഷൻ കുറവൊന്നും പറഞ്ഞു പോകൂലേ, ആ ഒരു ഫീൽ. അല്ല സംഭവം എന്ന് വെച്ചാൽ ഞാനന്ന് ഈ സ്ക്വിഡ് ഗെയിമിന്റെ ഇതിലാണല്ലോ ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ എൻ്റെ മനസ്സിലുള്ള പ്ലാൻ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ എന്തായാലും ഇനീഷ്യലി നമുക്ക് ഒരു നല്ലൊരു പുള്ളുണ്ടാവും. കാര്യം നമുക്ക് ഓൾഡ് സ്കൂളിലാണെങ്കിലും കാർത്തികിൻ്റെ ആണെങ്കിലും ഇപ്പം പേഴ്സണലി നമ്മളെ അടുത്ത് ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിക്കാം, നമ്മളെ പയ്യൻ്റെ തല്ലേന്ന് വിചാരിച്ച് എടുക്കാമെന്ന് വിചാരിക്കും എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ക്വാണ്ടിറ്റി കൂട്ടിയാണ് ചെയ്തത്. ഇപ്പം ഒരു ദിവസം 2 ദിവസം കൊണ്ട് നമ്മൾ ഇറക്കിയിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് പറഞ്ഞാൽ പിന്നെ അതൊരു നെഗറ്റീവ് അല്ലേ. അപ്പൊ ആ ഒരു തോട്ട് പ്രോസസ്സിൽ ഞാൻ ക്വാണ്ടിറ്റി നല്ല രീതിയിൽ വലുതാക്കി ചെയ്തു. 6 ഡിസൈനേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ഇതിനകത്തോട്ട് ഇറക്കി. പിന്നെ രണ്ടാമത്തത് വെബ്സൈറ്റ് ക്രാഷ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ടോപ്പ് നോച്ച് സാധനമാണ് ചെയ്തത്. അപ്പൊ കാർത്തികിന്റെ അനുഭവമൊക്കെ ഉണ്ടല്ലോ ആദ്യമായിട്ട് വെബ്സൈറ്റ് ചെയ്തപ്പോൾ. അതെ, അപ്പൊ ഞാനും എന്റെ മനസ്സിൽ നമ്മളെല്ലാരും കൂടെ കയറി നമ്മളെ വെബ്സൈറ്റ് ഒക്കെ ക്രാഷ് ആക്കും എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ എല്ലാത്തിലും ഞാൻ ഇത് ടോപ്പ് നോച്ച് വെച്ചാണ് ചെയ്തത്. അപ്പൊ അതിൻ്റെതായ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ സ്ക്വിഡ് ഗെയിം ഇറങ്ങി അന്ന് ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിൽ ഇത് എല്ലാവരുടെ കയറി എന്റെ സൈറ്റ് ക്രാഷ് വല്ലതും ആവോ, അതായിരുന്നു എന്റെ ടെൻഷൻ. മനസ്സിലായ പിന്നെ ഞാൻ ആലോചിക്കുന്നത് എന്തായാലും എനിക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇവരെല്ലാരും കൂടെ വാങ്ങിച്ചാൽ തന്നെ എന്റെ സാധനം തീർന്നു പോകില്ലേ, അപ്പൊ ബാക്കിയുള്ളവർക്ക് എന്തോന്ന് കൊടുക്കും, അതൊക്കെയാണ് ഞാൻ ചിന്തിക്കണം കേട്ടോ. അപ്പോഴ് ഭയങ്കര ശുഭാപ്തി വിശ്വാസം, ഞാൻ ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നടാ. അപ്പൊ ഫസ്റ്റ് ദിവസം രാത്രി ഒരു 2-3 ഓർഡറൊക്കെ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സ്ക്വിഡ് ഗെയിം വലിയൊരു വീഡിയോ അല്ലേ, അതിന്റെ ഇടയിൽ പിന്നെ ഈ മാർക്കറ്റിംഗ് അത് സെറ്റ് ആവാത്തോണ്ടാണ്, കാര്യം വലിയ വീഡിയോയുടെ ഇടയിൽ കണ്ടങ്ങ് പോകൂടെ, സ്കിപ്പ് അടിച്ച് അങ്ങ് പോവുക, ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ നമ്മള് 4 ദിവസം കഴിഞ്ഞിട്ട് കാർത്തികിന്റെ ഇട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് അങ്ങനെ കുറെ ഇതൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് ആ ഒരു 1 ലക്ഷത്തിന് മുകളിൽ വ്യൂസ് ഒക്കെ വന്ന സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട് അവന്റെ. പക്ഷെ എനിക്ക് അതിനനുസരിച്ച് ഒരു മൂവ്മെന്റ് ഇതിനകത്ത് വരുന്നേ ഇല്ല. അപ്പോഴേ എനിക്കൊരു നെഗറ്റീവ് അടിച്ച്
ഇതെന്ത് പറ്റി ഇങ്ങനെ വരാൻ പാടില്ലല്ലോ. പിന്നീട് ഞാൻ ആലോചിച്ച ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് കമന്റിൽ വന്നിട്ട് ഹാഷിം പൊളി, ഹാഷിം വൈബ് എന്നൊക്കെ പറഞ്ഞാലും പൈസ ഇറക്കണമെങ്കിൽ അവർക്ക് കൂടെ തോന്നണ്ടേ. സാധനം ഇഷ്ടപ്പെട്ടാലേ ആൾക്കാർ വാങ്ങിക്കും. അല്ലെങ്കിൽ തന്നെ ഒരു ഡിസൈൻ ഇപ്പൊ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. അല്ല, ഒരാളുടെ ഇഷ്ടം തോന്നുന്നതും പ്രോഡക്റ്റും വ്യത്യാസമുണ്ട്. ഇപ്പം ധ്യാനിന് എല്ലാവർക്കും ഇഷ്ടമാണ്. സിനിമ ജയിക്കൂലല്ലോ. അത് ശരിയാണ്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ ക്വാളിറ്റിയില് ഒരു കോംപ്രമൈസ് ഞാൻ അതിനകത്ത് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വാങ്ങിച്ചവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ഒരു തവണ വാങ്ങിച്ചിട്ട് വീണ്ടും റിപ്പീറ്റ് വേറെ ഡിസൈൻസ് വന്നപ്പോൾ വാങ്ങിച്ചവരുണ്ട്. പിന്നെ ഗൾഫിൽ പോകാൻ നിന്നൊരു പുള്ളി നാളെ എൻ്റെ ഫ്ലൈറ്റ്, പുള്ളി ഇവിടെ വന്ന് എൻ്റെ നിന്ന് വാങ്ങിച്ചോണ്ട് പോയി. ഓർഡർ ചെയ്ത ഡിലേ ആവുമെന്ന് പറഞ്ഞിട്ട് പുള്ളി വന്നിട്ട് എൻ്റെ നിന്ന് 4-5 ഉള്ള എല്ലാ സാധനവും വാങ്ങിച്ചോണ്ട് പോയി. അപ്പൊ അങ്ങനെയുണ്ട്. ഇപ്പൊ വാങ്ങിച്ചവർക്കെല്ലാം പോസിറ്റീവ് അഭിപ്രായമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാരും ഈ ഡിസൈൻസിന്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഒന്ന് ബാക്ക് അടിച്ച്. ഇപ്പം ഈ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി. കാര്യം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചതിന്റെ 5% പോലും ആയില്ല എന്നുള്ളതാണ്. നമുക്കൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ഇത് ഭാവിയിൽ ഭയങ്കര സംഭവം ആവോ ഇല്ല എന്നുള്ളതൊന്നും എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാകും. പക്ഷെ അത് പിന്നെ എഫേർട്ട് കണക്കിരിക്കുമെന്ന് അറിയായിരുന്നു. പക്ഷെ ഇനീഷ്യലി ഒരു പുള്ളുണ്ടാവുമെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ആ ഒരു സാധനം വന്നില്ല. ആ ഒരു സാധനം വരാത്തതോട് കൂടിയാണ് പിന്നെ ഞാൻ ഡൗൺ ആയി. എന്നാലും ബാക്കി ഈ ഡിസൈൻസും ബാക്കി കാര്യങ്ങളും എല്ലാം ഞാൻ ബാക്കിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്. മറ്റേത് പറഞ്ഞ നമുക്ക് ഒരു എൻട്രി അടിച്ചാൽ ഓണാണ്. പക്ഷെ ആ എൻട്രി അടിക്കാൻ എനിക്കൊരു കോൺഫിഡൻസ് ഇതുവരെ വന്നിട്ടില്ല. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വീണ്ടും നമ്മൾ ഫണ്ടൊന്നും തിരിച്ചു വരാത്തതിൽ വീണ്ടും നമ്മൾ ഫണ്ട് ഇറക്കുമ്പോഴത്തേക്കുള്ള ഒരു റിസ്ക് ഉണ്ട്. പിന്നെ ഇതെല്ലാം ഞാൻ മാത്രമാണ്. ഇപ്പം എന്ത് വന്നാലും ഞാൻ അനുഭവിക്കണമല്ലോ. അപ്പൊ പിന്നെ വീട്ടുകാർക്ക് എല്ലാരെയും ഒന്ന് ഇതാക്കണ്ടെന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഒരു വിഷമായിരിക്കുമല്ലോ. സാധനമൊക്കെ ഇത്രയും കൊണ്ടിട്ടിട്ട് ഇതൊക്കെ ഇനി ആര് വാങ്ങിക്കും എന്നുള്ള ഒരു മൈൻഡിലായി അവര്. അപ്പൊ അതൊക്കെ കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോവാന്ന് വെച്ചു. നീ ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു 4-5 മാസമായില്ലേ? അപ്പൊ നിന്റെ ഈ ഒരു ജേർണിയിൽ നിനക്ക് എന്താണ് പഠിച്ച മെയിൻ കാര്യം എന്ന് വെച്ചാലേ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. പൈസ ഇറക്കണം. അതല്ലടാ, ഇതിനകത്ത് മാർക്കറ്റിങ്ങിന് വേണ്ടി ഞാൻ പിന്നെ പൈസ ഇറക്കാത്തതാണ്. അതിന് ഞാൻ ചിന്തിച്ചപ്പോഴേ നമ്മളൊരു 6 ഡിസൈൻ വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് വീണ്ടും പൈസ ഇറക്കിക്കൊണ്ടിരുന്ന ഇത് വിറ്റ് കിട്ടിയാലല്ലേ ലാഭം കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഒന്നുകിൽ ചെയ്യാനുള്ളത് വെച്ചാൽ വീണ്ടും രണ്ടും കൽപ്പിച്ച് കുറെ ഫണ്ട് ഇതിനകത്ത് ഇറക്കിയിട്ട് സ്റ്റോക്ക് നല്ല രീതിയിൽ കൂട്ടും. അപ്പൊ അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഇപ്പൊ എനിക്കില്ല. ഒരു കോൺഫിഡൻസ് ലെവലും കുറഞ്ഞു. അപ്പൊ ഇനി എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ നമുക്ക് ഇതിൽ നിന്ന് ഇപ്പൊ ഒരു പുഷ് കിട്ടിയാൽ ഉറപ്പായിട്ടും ഇതിനെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനിങ് ഫുള്ളായിട്ട് നിൽക്കാം. മനസ്സിലായില്ലേ? പിന്നെ ഈ വേറൊരു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഏത് ബിസിനസിന്റെ ഇതിലാണെങ്കിലും എടാ നമുക്കൊരു കോമ്പറ്റീഷൻ നമ്മൾ ഫേസ് ചെയ്യാനുള്ള ഒരു ഇത് വേണം. അത് ഞാൻ ഈ ടീഷർട്ട് ഇതിനെപ്പറ്റി സെർച്ച് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ എന്നെടുത്താലും പുതിയ കമ്പനി, പുതിയ സാധനം ഇന്ന് ലോഞ്ചിങ് ചെയ്ത്, ഇന്നലെ ലോഞ്ച് ചെയ്ത്. അപ്പൊ നമ്മൾ കാണുമ്പോൾ ഇത് കുറെ പേരുണ്ടല്ലോ ഇത്. അപ്പൊ അങ്ങനെ നോക്കി വരുമ്പോ അതിന്റെ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒന്ന് ഏതെങ്കിലും രീതിയിൽ യുണീക്കാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പൈസ എറിഞ്ഞ് മാർക്കറ്റ്. അത് തന്നെയാണ് ഇതില് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മാർക്കറ്റിങ്ങിന് നമ്മളൊരു പൈസ ഇറക്കിയാലേ പറ്റുള്ളൂ. അത് തന്നെ, മാർക്കറ്റിങ്ങിന് പൈസ ഇറക്കണമെങ്കിൽ നമ്മളെ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി വേണം. നല്ല കാശും ഇറക്കാനുള്ള ഒരു എന്ന് വെച്ചാൽ ഒരുപാട് പൈസയും നമ്മളെ ബാക്കപ്പ് വേണം. ഒറ്റ സ്റ്റെപ്പിന് നമുക്ക് ഇത് സെറ്റ് ആവണമെങ്കിൽ മാർക്കറ്റിങ്ങിന് പൈസ അറിയാം. പിന്നെ ആദ്യം ഒരു ലോഞ്ച് ചെയ്യുമ്പോൾ ആദ്യം ബ്രാൻഡ് അവയർനെസ്. നമ്മൾ കൺവേർട്ടിങ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഈ പേര് ഹാഷ് ബോക്സ് എന്നുള്ള പേര് ബ്രാൻഡ് എല്ലാവരെയും എത്തിക്കണം. അതിന് മാർക്കറ്റിങ്ങിന് പൈസ ഇറക്കിയാലേ പറ്റുള്ളൂ. ഇപ്പം ഹാഷിമിന് പറ്റിയ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് കൺസൾട്ടന്റിനെ കണ്ട് അതൊന്ന് സ്ട്രാറ്റജി ചെയ്യണമായിരുന്നു. അതെ, ആ ഒരു ഫാൾട്ട് പറ്റി. പിന്നെ എന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എന്തായിരുന്നാലും ഇതിൽ നിന്ന് ഇത്ര പേര് കോൺഫിഡൻസ് കുറച്ച് കൂടി പോയി. കോൺഫിഡൻസ് അതല്ലടാ, നമ്മള് ഇപ്പൊ ഓരോരുത്തര് പൈസ കൊടുത്തിട്ടല്ലേ. ഇപ്പൊ കാർത്തിക് ആണെങ്കിൽ തന്നെ എന്തുമാത്രം പൈസ വാങ്ങിച്ചിട്ടാണല്ലോ ഇപ്പൊ ഒരു ബ്രാൻഡിന് ഇത് ചെയ്യുന്നത്. തെറ്റിപ്പോയി. നിനക്ക് തെറ്റിയത് എന്താണെന്നറിയാമോ?
അത് മെർച്ച് നമ്മൾ കൊടുത്ത് നമ്മൾ സാധനം വെച്ചിട്ട് മെർച്ചായിട്ട് ഇറക്കിയെങ്കിൽ കൺവേർഷൻ വരുമായിരുന്നു. അല്ല ഇപ്പൊ ഉദ്ദേശം എന്ന് പറഞ്ഞാല് മറ്റേ പ്രൊമോഷൻ. ഇവൻ ഉദ്ദേശിച്ചത് കാർത്തിക്കിന്റെയും ഇതൊക്കെ നമ്മളെ ചാനലുകൾ ഇരിക്കുകയല്ലേ, അപ്പോഴ് ഇത് ടീഷർട്ട് എടുക്കുമ്പോൾ ആൾക്കാർ എടുക്കും എന്നുള്ള ഇതുണ്ടല്ലോ, അത് നമ്മൾ മെർച്ചായിട്ട് എടുത്തിരുന്നെങ്കിൽ ആൾക്കാർ മറ്റേ അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ വരും, അങ്ങനെ ആൾക്കാർ വാങ്ങും. ഇത് നമ്മൾ ബ്രാൻഡ് ആയിട്ടല്ലേ ആ ഒരു വ്യത്യാസമുണ്ട്. ഇനി പറഞ്ഞ കാര്യമില്ല, പഠിച്ചതല്ലേ. അല്ല നീ ഇത് പാഠം ഉൾക്കൊണ്ടാ മതിയടാ. പാഠമൊക്കെ കുറെ ഉൾക്കൊണ്ടിരിക്കുക തന്നെ. ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന സാധനങ്ങൾ. ബിസിനസ് ഒക്കെ സക്സസ് ആവാന്ന് പറയാൻ ഭയങ്കര, പ്രത്യേകിച്ച് ടീഷർട്ട് ബിസിനസ്. ടീഷർട്ട് ബിസിനസിന് ഏറ്റവും അത്യാവശ്യം ഡിസൈൻസ് കുറെ വേണം. ഡിസൈൻസും മാർക്കറ്റിങ്ങും പിന്നെ ആ ഒരു എന്ത് പറയാ, ഒരു ഇനിഷ്യൽ ഒരു ഇത് വേണം എന്ന് പറഞ്ഞു. അല്ലടാ ഇത് കുറച്ച് ഒരു കുറേശ്ശെ ഗ്രാജുവലി ഇത് സെറ്റായി വരുള്ളൂ എന്നുള്ളത് എനിക്കും അറിയായിരുന്നു. ഞാനീ പറയണത് നമുക്ക് ഒരു ഇനിഷ്യലി ഉണ്ടാവണ ഒരു സാധനം ഇതിനകത്ത് വരാത്തത് കൊണ്ട് എനിക്കൊരു ഡൗട്ട് അടിച്ച് ഞാൻ. ഇനിയും നമ്മളിത് വീണ്ടും ഫണ്ട് ഇറങ്ങിക്കൊണ്ടിരുന്ന ചിലപ്പോൾ സെറ്റ് ആവുമായിരിക്കും, അറിഞ്ഞൂടാ. ഇപ്പോൾ ചിലപ്പം മേ ബി ഇപ്പോഴത്തെ ഈ ഡിസൈൻസിന്റെ ആ ഒരു തോട്ട് പ്രോസസ്സ് വേറെ ആയിരുന്നു. അപ്പൊ ഇനി പിന്നെ ഞാനിപ്പോ ചെയ്തു വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം വേറൊരു തലത്തിലുള്ള സാധനങ്ങളാണ്. അപ്പൊ ചിലപ്പോൾ മേ ബി അത് ഇറങ്ങുമ്പോഴത്തേക്കും കുറെ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും എനിക്കിനി ഒരു ഫണ്ട് ഇറങ്ങാനുള്ള ഒരു കോൺഫിഡൻസ് വരണമെങ്കിൽ ഇതിൽ നിന്ന് സെയിൽ നടക്കണം, മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു സ്റ്റേജ് ആണ് ഞാനിപ്പോ അതിനായിട്ടിപ്പോ ഞാൻ ചെയ്തേക്കുന്ന വെച്ചാൽ ഈ ഓണം പ്രമാണിച്ചിട്ട് ഒരു വമ്പൻ ഡിസ്കൗണ്ട് സെയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എനിക്ക് എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണണം, അല്ലെങ്കിൽ നമ്മളറിയാവുന്നുള്ള നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും നമ്മളെ ഹാഷ് ബോക്സിന്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുക. എന്നിട്ട് അതിന്റെ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ ഞാൻ പൈസ റീഫണ്ട് ചെയ്യും. സീരിയസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ട്. സ്റ്റിച്ചിങ് ആണെങ്കിലും ഫാബ്രിക് ക്വാളിറ്റിയിലും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഡിസൈൻസ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ, ചിലർക്ക് ചിലത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല, അത് ഞാൻ പറയുന്നില്ല. എന്നാലും ഡിസൈനിങ് ഈ പ്രിന്റിന്റെ ക്വാളിറ്റിയും ഇതാണ്, ഇത് എനിക്ക് കോൺഫിഡന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തവണ നമ്മുടെ റെഗുലർ ഫിറ്റ് ടീഷർട്ട് 299 വെറും 299 സെയിൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓവർ സൈസ്ഡ് ആണെങ്കിൽ 399. അത് ജസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റിൽ എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എല്ലാരെയും എത്തിക്കുക. എത്രയും പെട്ടെന്ന് എന്റെ സ്റ്റോക്ക് നിങ്ങൾ സ്റ്റോക്ക് ഔട്ട് ആക്കി നിങ്ങൾ എന്നെ ഞെട്ടിക്കുക അല്ലേ? ഇത് എന്റെ സോൾഡ് ഔട്ട് ആക്കുക. സോൾഡ് ഔട്ട് ആക്കണ നിമിഷം ഞാൻ നിങ്ങളെ ഇതിൽ വരും, സ്റ്റാറ്റസിൽ വരും. നിങ്ങളെല്ലാവരും എന്റെ സാധനങ്ങൾ സ്റ്റോക്ക് ഔട്ട് ആക്കി. അല്ലടാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. അപ്പോഴ് ഒരു സംരംഭകൻ എന്ന നിലയിൽ ഹാഷിം ഒരു ഓഫർ എന്ന് വെച്ചാൽ ഹാഷിമിന് പ്രോഫിറ്റ് ഇല്ലാത്ത എന്ന് വെച്ചാൽ ആൾക്കാർക്ക്, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വാങ്ങാനും ഹാഷ് ബോക്സ് ഉപയോഗിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും പിന്നെ നമുക്കുള്ള നേട്ടമുണ്ട്. നേട്ടം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിയുടെ കയ്യിലുള്ള സ്റ്റോക്ക് അത്രയും നമുക്കൊന്ന് വിറ്റ് എന്നിട്ട് അടുത്തൊരു നമ്മൾ ഇനി ഒരു നെക്സ്റ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ നോക്കി കുറച്ചും കൂടെ ഡിസൈൻസ് കുറെ ഉൾപ്പെടുത്തി. ഞാൻ വേറെ കാര്യം കൂടെ പറയാം. ഇതിപ്പോ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകണമെങ്കിൽ ഇനീഷ്യലി തന്നെ എന്തായാലും ഒരു 15 to 20 ഡിസൈൻസ്, അത് പല റേഞ്ച് സാധനങ്ങൾ, പോളോ ടീഷർട്ട്, റെഗുലർ, പറ്റുമെങ്കിൽ ഷർട്ട്സ്, അങ്ങനെ എല്ലാം റേഞ്ചിലുള്ള സാധനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും സെക്കൻഡ് ഫേസ്. പുഷ് ആണ് നമുക്ക് വേണം. പിന്നെ അത് നമുക്ക് ഇപ്പൊ ഒരു പുഷ് വേണം. ഇനി അത് ഒരു ബ്രാൻഡ് നമുക്ക് ആക്കണമെന്നുണ്ട്. നമ്മള് ഇത് ആദ്യമേ പോവാൻ പാടില്ല. ഇനി നമ്മള് ഭാവിയിൽ നമ്മൾ പിന്നീട് ഭാവിയിൽ ഒരു വർഷങ്ങൾക്ക് ശേഷം ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാരിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇതെന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഒരു പോഡ്കാസ്റ്റ് ഇരിക്കണ്ട, ഇത് ഹാഷ് ബോക്സിന്റെ സക്സസ് സ്റ്റോറി പറയാൻ. അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ കണ്ടോണ്ടിരിക്കുന്നവര് എന്തായാലും ഇതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്കസ്. ഒന്നും കൂടെ പറയാം. ഇപ്പൊ റെഗുലർ ഫിറ്റ് ആയിട്ടുള്ള ഇത് 299, പിന്നെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഗോട്ട് നിങ്ങൾക്ക് ഇടണമെന്നില്ലേ? ദാസൻ ഇട്ടിരിക്കുന്ന ഗോട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റിയ ഒരു ഇതും നമ്മുടെ തന്നെയാണ്, ഫിയർലെസ്. അത് പോരാ, മാർക്കറ്റ് ചെയ്യാൻ ദാസൻ ഇട്ടിരിക്കുന്ന ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം. അതില് ദാസ ഇട്ടത് ഉല്ലാസം ഇടാറുണ്ട്. നിങ്ങൾ പറഞ്ഞ ഒരു ഗോട്ട് മാത്രമേ വാങ്ങിക്കുള്ളൂ, എല്ലാം വാങ്ങിക്കണം. ഇപ്പൊ വെബ്സൈറ്റിൽ കയറി വാങ്ങിക്കാൻ
പാടാണ് അല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്തവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാലും മതി, നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്, ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങളൊരു ഷർട്ട് ഇപ്പം എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് കൺസിഡർ അതല്ലടാ, ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി, ഈ പറഞ്ഞ 299 399 വെർത്ത് മണി ആയിരിക്കും. ഈ ക്വാളിറ്റി ഒരിക്കലും ഒരിടത്തും കിട്ടൂല. അതെനിക്ക് ഗ്യാരണ്ടി. ടീഷർട്ട് ഇടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ആദ്യമേ നിങ്ങൾ തന്നെ വാങ്ങിക്കണം, എല്ലാത്തിനും ഒരു 10 ആദ്യ തുടക്കമായിട്ട് ഓൾഡ് സ്കൂൾ തന്നെ നമ്മൾ ഹാഷിമിന്റെ ഒരു 8 വാങ്ങിക്കുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഉള്ള ഓരോ ഡിസൈൻ വീതം എല്ലാവർക്കും ഉള്ള ഏതൊക്കെ നമ്മളെ CKക്കും എല്ലാവർക്കും 8-10 പേരുണ്ട്. അപ്പോഴേ ആദ്യം നമ്മൾ തുടക്കമായിട്ട് ഹാഷിമിന്റെ ഒരു 10 വാങ്ങിക്കുന്നതായിരിക്കും നല്ലൊരു തുടക്കമാവട്ടെ. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കൺസിഡർ ചെയ്യാൻ വാങ്ങുക. പിന്നെ നമുക്ക് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യാം. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഹാഷ് ബോക്സിന്റെ ചെക്ക്ഔട്ട് ചെയ്യുക, ഡ്രസ്സസ് ഒക്കെ ഒന്ന് നോക്കുക. നോക്കിയിട്ട് കാര്യമില്ല, വാങ്ങിക്കുക. ഡിസ്ക്രിപ്ഷനിൽ എല്ലാം ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. നമ്മളെ ഫസ്റ്റ് ഒരു സാധനം ഒരു സ്ക്വിഡ് ഗെയിം വെക്കിയപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് തന്ന ഹാഷ് ബോക്സ് ആണ്. അപ്പോഴാരും പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരു ഓൺട്രപ്രണർ അല്ലേ, നമ്മുടെ കൂട്ടത്തിലെ ഒരു ടീഷർട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ ഹാഷിമിനെ, സധൈര്യം ഇറങ്ങി വന്ന ഹാഷിമിനെ നിങ്ങൾ എവിടെ കൊണ്ടുപോകണം? കണ്ണാടിയിലെ പഴയ കണ്ണാടിയിലെ ഇതോടെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ഇതേപോലെ ഒരു ഇത് പറയില്ല, സ്റ്റോക്ക് ഇനി നമ്മൾ വേറെ ലെവലിലേക്ക് നെക്സ്റ്റ് ലെവൽ. ഇതിന്റെ എല്ലാ അപ്ഡേറ്റ്സും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ നമ്മുടെ സ്റ്റോക്ക് സെയിൽ ആവണതിന്റെ കണക്കും, ബാക്കി കണക്ക് മീൻസ് അങ്ങനെയല്ല, എന്നാലും അതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് അത് പറയണോ. നമുക്ക് ഈ ഒരു ഇതുകൊണ്ട് നമുക്ക് എത്ര പുഷ് കിട്ടിയെന്നുള്ളത് നിങ്ങളും അറിയണമല്ലോ. അത് ഞാൻ ഉറപ്പായിട്ടും കുഴപ്പമില്ല അറിയിക്കാം. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലേ? ഇല്ലേ ഇല്ലേ? നിന്റെ ആദ്യത്തെ അത്ര കോൺഫിഡൻസ് ഇല്ല. ഓക്കെ, എങ്കിൽ അതത്രയും പറഞ്ഞുകൊണ്ട് ഇത് എന്ത് ചെയ്യാം. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ബൈ.